വാച്ചിങ് ദി ലൈഫ്. ഹലോ ഫ്രം വർക്കല. ഞങ്ങൾ നല്ല ഹംഗ്രിയാണ്. നമുക്ക് പോയിട്ട് ലഞ്ച് കഴിക്കാം. ലഞ്ചല്ല ശരിക്കും ഇറ്റ്സ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്, ബ്രഞ്ചാണ്. സോ കം ഓൺ, ലെറ്റ്സ് ഗോ. സോ വർക്കലയിലുള്ള ബ്ലൂ വാട്ടർ എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയത്. ഇറ്റ് വാസ് എ വെരി നൈസ് പ്ലേസ് വിത്ത് ബീച്ച് വ്യൂ ആസ് യു ക്യാൻ സീ. ഓക്കെ, നമുക്ക് അവിടെ ഇരിക്കാം. This spot is nice. Hi. Hello. So right now we are living our Varkala dreams. ഇന്നലെ രാത്രി തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ മെയിൻ ക്ലിഫിൻ്റെ അടുത്തായിരുന്നു ഇന്നലെ സ്റ്റേ ചെയ്തത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മഴ. ഇന്ന് ഞങ്ങൾ തിരക്കൊന്നുമില്ലാത്ത ഒടയം ബീച്ചിൻ്റെ സൈഡിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. ഇവിടെ ഭയങ്കര തിരക്ക് കുറവാണ്. വർക്കല നോർത്താണിത്. സോ ഇറ്റ്സ് നൈസ്. ഇപ്പോൾ മഴയും പെയ്യുന്ന ബീച്ച്. നല്ല ടയർഡായി മുഖമൊക്കെ. എനിക്കിപ്പോൾ തന്നെ ടയർഡായി. ഇനിയുണ്ട് നാളെ. അപ്പോൾ മഴയും പെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോൾ മേലെ പോയിരിക്കേണ്ടി വരും. മഴ പെയ്തത് കാരണം അവിടെ ഇരുന്ന് ഞങ്ങൾ മോളിൽ ഇവിടെ എത്തി. ബിരിയാണി, ചിക്കൻ 65, മഴയും. വാ, നല്ല വൈബാണ്. ഞാൻ മാത്രം കൈകൊണ്ടാണല്ലോ അതിനെ വെച്ച് കേൾ. സ്കൂളിലേ തിന്നോളൂ. എനിക്കെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്ന കാരണം രക്ഷയില്ല. ഹലോ, ബിരിയാണിയും തട്ടി, ചില്ലി ചിക്കനും തട്ടി, റെസ്റ്റ്. ഞാൻ ആതിരനെ ഉറക്കുന്ന. വർക്കലയിൽ മഴയത്ത് വന്ന ടീംസാണ് ഞങ്ങൾ. മഴ ആസ്വദിക്കാൻ വന്ന്. നമ്മളെ നാട്ടിലൊന്നും മഴയില്ലാത്തതുകൊണ്ടില്ല. ഞാനെന്തായാലും സാരില്ല, ചെന്നൈയിൽ നിന്ന് വന്നായിരിക്കും. എനിക്ക് അവിടെ അങ്ങനെ മഴ ഉണ്ടാവില്ല. ഹലോ ഗായ്സ്, നല്ലോണം കിടന്ന് ഉറങ്ങി. നമ്മളെന്തിനാ വന്ന ആതിര? റിലാക്സ് ചെയ്യാനാണ് വന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങണ്ടേ? നമുക്ക് റെഡി ആയിട്ട് ക്ലിഫ് പോവാം. ആതിരക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞങ്ങളുടെ റൂം വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള റൂമാണ്. ഒരു കോട്ടേജ് പോലെയാണ്, തനിയായിട്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം റൂം ടൂർ. അതിന് മുന്നേ നമുക്ക് ഇന്ന് ക്ലിഫിലെല്ലാം പോയിട്ട് വരാം. എന്നാൽ രാത്രി പോയതാണ്. ഇന്ന് ഫുള്ള് കിടന്ന് ഉറങ്ങി. കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ലഞ്ചിന് മാത്രം പുറത്തു പോയി. മഴ ഉണ്ടായിരുന്നു, മഴയൊക്കെ ആസ്വദിച്ച് അല്ല ബിരിയാണിയൊക്കെ തട്ടി കിടന്നുറങ്ങി. സോ റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു, എവിടെയാണ് അതിന് നമ്മൾ പോകുന്നത്? കം ഹിയർ. നേരത്തെ ഹെൽമെറ്റും കൊണ്ട് പുറത്തു പോയി. അത് മഴയത്ത് വെച്ച് മഴ നനഞ്ഞു. ഇപ്പം അത് തലയിലിട്ടാൽ തല നനയും. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ് പോലത്തെ തന്നിട്ടുള്ളത്. ഇതാണ് ഞങ്ങളെ സിറ്റ് ഔട്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ. സോ ആക്ച്വലി വി ഹാവ് ബീച്ച് വ്യൂ. ഇവിടെ നമുക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റും. സി ഇപ്പോൾ വർക്കല മെയിൻ ക്ലിഫിലേക്ക് പോവുകയാണ്. അവിടെ ഈവനിങ്ങിന് ശേഷമാണ് ഒരു ഹാപ്പനിങ് വൈബ്. ഇന്നലെ നൈറ്റ് നല്ല വൈബായിരുന്നു. അപ്പോൾ ഇന്നും ഞങ്ങൾ പോവുകയാണ്. ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് സൺസെറ്റ് കാണാൻ നടക്കുകയാണ്. ബട്ട് മഴക്കാറ് കാരണം നോ സൺസെറ്റ്. നമുക്ക് അങ്ങൊരു ചെറിയ ലൈന് കാണാം, അതേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് നൗ ഞങ്ങൾ ഒരു കഫേയിലാണുള്ളത്. ബുദ്ധ ബാർ കഫേയിൽ കോഫി കുടിക്കാൻ വന്നിരിക്കുകയാണ്. സോ ലാറ്റെ, മോക്ക, ഫ്രഞ്ച് ഫ്രൈസ്, മോമോസ് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. വലിയ വിശപ്പില്ല അല്ലേ? നമ്മൾ ഉച്ചക്ക് അത്യാവശ്യം ആണ് കഴിച്ചത്. എന്നാലും കോഫി കുടിക്കാൻ തോരാ. എനിക്ക് എല്ലപ്പോഴൊന്നും കുടിക്കണം എന്ന് തോന്നാറില്ല. ബട്ട് വെരി റയർലി ഐ ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് കോഫി. അങ്ങനത്തെ ഒരു വെരി റയർ ഡേ ആണ് ഇന്ന്. സോ ലെറ്റ്സ് ഹാവ് സം കോഫി. ആദ്യയുടെ കോഫി അഡിക്റ്റ്. Item number 1, French fries. Here we have, I have my mocha. We have a latte.
കഴിച്ചു പോയി. വേഗം കുടിക്കാത്തത് കൊണ്ട് ആദ്യം ഇപ്പൊ പാട്ടുകാരനെ വളക്കും. നോക്കി നോക്കി ചിരിക്കണ്ട അയാള്. മലയാളി തന്നെയാ. ഈ ലേറ്റ് ആവും തോന്നും. വന്നപ്പോ തൊട്ട് ഒരാൾ മോമോസ് കഴിക്കണം എന്ന് പറഞ്ഞിരുന്നതാ. ബട്ട് എല്ലായിടത്തും ഫ്രൈഡ് മോമോസ് ആയിരുന്നു. ഇവിടെ നമുക്ക് സ്റ്റീംഡ് മോമോസ് കിട്ടി. ചിക്കൻ മോമോസ്. ആഹാ, നല്ല ചൂടൊന്ന് തണിയട്ടല്ലേ. അടുത്തതായി ആതിര ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിരിക്കുന്നു. അടുത്ത ജ്യൂസ് ഓർഡർ ചെയ്തു. അടിപൊളി പാട്ട്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. പൊന്മണി വീട്ടു സൗഖ്യമാ. ഈ കഫേയിൽ ഇപ്പോഴാണ് തിരക്ക് കൂടിയത്. ഞങ്ങൾ വൈകുന്നേരം വന്ന കോഫി കുടിച്ച് ജ്യൂസ് കുടിച്ച് ഞങ്ങൾ ഭക്ഷണം അപ്പുറത്തോട്ട് കഴിച്ചു. ഇപ്പോൾ ഇവിടെ ആള് കൂടി. ഇവിടെ കൂടുതൽ തമിഴ് ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് തമിഴ് സോങ്സ് ആണ് ഇപ്പോൾ ഇവിടെ കൂടുതലുള്ളത്. തമിഴ് സോങ് എല്ലാവരും ഹരത്തിലും. ഇപ്പൊ ഓഡിയൻസ് ഒക്കെ കൂടി. വൈകുന്നേരം വന്നാണ്. ഇപ്പൊ രാത്രിയായി. ഒരു 3-3.5 മണിക്കൂറായി ഞങ്ങളിവിടെ സ്ലോലി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഐറ്റം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. We have club sandwich and ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല. ബട്ട് അടിപൊളി വൈബായിരുന്നു. ബാൻഡ്, പാട്ട്, മേളം, സൂപ്പർ ചിൽ. കഴിഞ്ഞിട്ടില്ല ആക്ച്വലി. ഞങ്ങൾക്ക് മൂഡ് ഇനിയുണ്ട്. ബട്ട് ഇവിടെ ടൈമായി. സോ ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ടാവാം. ഇല്ലാതെ ഞങ്ങൾ വീട്ടിൽ പോയി പാട്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും മാസാക്കുന്നതായിരിക്കും. സോ നമുക്ക് റൂമിലേക്ക് പോകാം. നമ്മൾ റെന്റിനെടുത്ത വണ്ടി കേട്ടോ. ബൈക്ക് പോയി. അല്ല, അടിപൊളി വണ്ടിയാണ്. അതിന് അവിടെ കയറിയിട്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ ആർക്ക് വേണമെങ്കിൽ പോയിട്ട് പാട്ട് പാടാം. അപ്പോൾ ഓരോരുത്തർ പാട്ട് പാടി. എനിക്ക് ശരിയായ നല്ലൊരു വൈബ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും പോയി പാട്ട് പാട്ടെ. ഞാൻ പോയി ഒരു പാട്ട് പാടി അങ്ങ് കാച്ചി. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനത്തോടെ ഫുൾ
ഫുൾ ഓഫ് ഫാൻസ് ആയി. ഫാൻസ് ഒന്നുമല്ല. ഇത് ഇപ്പൊ പോകുമ്പോൾ കൂടെ അവിടെ നിന്ന് വഴിയുന്ന ആൾക്കാർ സംസാരിച്ചതേ ഉള്ളൂ. അല്ല, ഒരു നമ്മളിപ്പോ ധൈര്യം കൊണ്ട് ഒന്ന് പാടുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ധൈര്യം വേണം. ഇപ്പൊ നല്ല പാടുന്ന ആൾക്കാരാണ്, പക്ഷെ അവർക്ക് പാട്ട് പാടിയ അതില്ല. ഞാൻ സ്ഥിരം പാടി, എന്നെ അറിയുന്നവർക്ക് ഞാൻ ആ പാട്ട് പാടുന്ന അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കൊഞ്ചം നിലവ്, അത് സംഭവം. അതിന് മുന്നേ ഒരു പെൺകുട്ടിയൊക്കെ പാടിയിരുന്നു. അവളുടെ നല്ല ഗേളി വോയിസ് ആയിരുന്നു. എന്റേത് ഒരുമാതിരി കുറച്ച് നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടും okay bro, so it was a nice day actually. I'm kind of happy, not just me. ആതിരി ഹാപ്പിയാണ്. ആതിരി ഒരു കാര്യം വിചാരിച്ചിരുന്നു, എല്ലാം നടന്ന് ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം നമ്മളിപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മുടെ റൂം എന്ന് വെച്ചാൽ പെറ്റിറ്റ് അന. ഞാൻ നിങ്ങൾക്ക് ഇത് റൂം ടൂർ ഒന്നും കാണിച്ചില്ല, ഞാൻ കാണിക്കാം കേട്ടോ. നല്ല അടിപൊളി റൂമാണ്. ഇവിടെ ലെഫ്റ്റ് ആണോ? ഓക്കെ, ഞങ്ങൾ മാപ്പൊക്കെ നോക്കിയിട്ട് വീട്ടിൽ പോട്ടെ, എന്നിട്ട് ഓക്കെ ഗൈസ്. ഓക്കെ, ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഇപ്പം എൻ്റെ നാട് കടലിൻ്റെ അടുത്താണ്. അത് ഇതുപോലൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ വല്ല ഇതുപോലെ റിസോർട്ട് പോലെ എന്തെങ്കിലും എടുത്ത് അതൊക്കെ നോക്കി നടന്ന് അവിടെ ഇങ്ങനെ ഒരു ഈവൻ്റ് എല്ലാം നടത്തി, അതായത് പാട്ട് ബാൻഡിനൊക്കെ അറേഞ്ച് ചെയ്ത് ഫുൾ സോഷ്യലൈസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ജീവിതം ജീവിച്ചേനെ. എനിക്ക് അതുപോലത്തെ ഒരു ജീവിതമാണ് ആഗ്രഹം. ഇനി എപ്പം നമ്മളെ നാട് ഡെവലപ്പായി അവിടെയൊക്കെ എപ്പോൾ ടൂറിസ്റ്റുകാർ വന്ന് ഞാനെപ്പോൾ റിസോർട്ട് ഉണ്ടാക്കി ആൾക്കാർ എൻ്റർടൈൻ ചെയ്യാനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പുറത്ത് പറയുന്നത്. എൻ്റെ ഒരു ആഗ്രഹമാണിത്. അതിൻ്റെ ആഗ്രഹം നടന്നല്ലോ ഇന്ന്. അങ്ങനെ ഡേ 2 അറ്റ് വർക്കല കെയിം ടു ആൻ എൻഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം അന്ന് നടന്നിരുന്നു. ദർ വാസ് ഫുഡ്, ദർ വാസ് ഫൺ, ദർ വാസ് ബീച്ചസ്, ദർ വാസ് ഡാൻസിങ് ആൻഡ് ദർ വാസ് ലോട്ട് ഓഫ് വാക്കിംഗ് ആൻഡ് റൈഡിങ് ആൻഡ് എന്താണ് എല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ കംപ്ലീറ്റ് പാക്കേജ് ഡീൽ. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. And that's it guys, hope you all liked it. See you all in next video. Until then, this is me Adina Chandran signing off from The Life.